ഉണ്ടായിരുന്നു. ശ്യാമയ്ക്ക് നോക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അവളത് ചെയ്യില്ല. അല്ല, പൊന്നിയൊരു ഓപ്ഷനാണ്. ആണ്, പക്ഷെ വീട്ടിലെ ജോലിയും സത്യയുടെയും പപ്പയുടെയും കാര്യങ്ങളും പൊന്നിക്ക് വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. പിന്നെ അച്ഛന്റെ ആവശ്യങ്ങൾക്കും വേണം. എല്ലാം കൊണ്ടും പൊന്നിയും ബിസിയാണ്. ഇക്കാര്യത്തിൽ വിശ്വസ്തതയും ആത്മാർത്ഥതയും പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ വെച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന തലവേദനയും ഇതിന്റെ ഇരട്ടിയായിരിക്കും. ഒരു മാർഗവും തെളിഞ്ഞില്ലെങ്കിൽ ഡേ കെയർ പോലുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അതെന്തായാലും വേണ്ട ശാലിനി. ഒരു 3-4 വയസ്സായ കുഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് തീരെ പൊടിക്കുഞ്ഞല്ലേ. ഒരിക്കലും അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നൊന്നും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പരിചരണ കിട്ടിയെന്ന് വരില്ല. വേറെന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. തന്ത്രപൂർവം കാര്യങ്ങൾ നീക്കിയാലേ ഇവളവിടെ എത്തിക്കാൻ പറ്റൂ. എനിക്ക് എന്റെ പണം തരണം, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തു തരണം. ഇവളവിടെ എത്തിയാലേ കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. കുഞ്ഞിനെ അവൾ അവിടെ നിന്ന് എടുത്തു തരണമെങ്കിൽ വ്യക്തമായ ഒരു കാരണവും വേണം. അതിനെന്താ ഒരു വഴി? അയ്യോ ശാന്തേ, എടി ശാന്തേ, അയ്യോ എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഒട്ടും വയ്യടി. വയറുവേദന എടുത്തിട്ട് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. കുറച്ച് ഇഞ്ചി ഇടിച്ചു പിഞ്ഞു തരട്ടെ? ഇത് ഇഞ്ചിയിലൊന്നും നിൽക്കുന്നല്ല. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്ന അസുഖമല്ല ശാന്തേ. എന്നാ ഒരു കട്ടൻ ഇട്ട് തരട്ടെ? എന്നിട്ടും മാറിയില്ലെങ്കിലേ ഞാൻ മരുന്ന് എവിടെയെങ്കിലും പോയി വാങ്ങിക്കാം. നിന്നേ, നിനക്കെന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തത്? എന്റെ കരള് പഞ്ചറായിരിക്കുവാ. ലിവർ സിറോസിസ്, ആളെ കൊല്ലുന്ന രോഗമാ. ഇവിടെയൊന്നും അതിന്റെ ചികിത്സ ഇല്ല. കോയമ്പത്തൂര് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും. അയ്യോ, അതിനുള്ള പണോ പാങ്ങോ നിനക്കൊണ്ടോ? ഇല്ല. രോഗം വന്നാൽ ചികിത്സിക്കണം, അല്ലാതെ പണത്തിന്റെ കാര്യം ചിന്തിച്ചോണ്ടിരുന്നാലേ രോഗം മാറും. അതിന് നമ്മുടെ കയ്യിൽ എവിടെ നിന്നാടി കാശ്? ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു കാര്യം നടക്കൂ. ഒരു വണ്ടിയോ സൈക്കിളോ എടുത്തിട്ട് ഏതെങ്കിലും ട്രാൻസ്പോർട്ട് ബസിന്റെ ഫ്രണ്ടിൽ ചെന്ന് കൊണ്ട് ഇടിച്ചങ്ങ. അതോടെ ഒറ്റയടിക്ക് കാര്യങ്ങളങ്ങ് തീരും. അങ്ങനെ വന്നാ നീ രക്ഷപ്പെടുമല്ലോ. എന്റെ ദേഹത്ത് വണ്ടി കയറി എന്റെ കാശ് നിനക്കും കിട്ടുമല്ലോ. എന്തൊക്കെ വർത്താനാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതിൽ നിന്ന് എന്ത് സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നത്? ശാന്തേ, എല്ലാത്തിനും പണം വേണം. നിന്നോട് ശാലിനി മേഡം പറഞ്ഞില്ലേ? ശാലിനി മേഡം പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ പോയി നോക്കാൻ നിൽക്കുന്ന കാര്യം? എങ്കിൽ നമ്മുടെ പകുതി പ്രശ്നം തീരും. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊട്ടക്കണക്കിന് കാശൊന്നും കൊച്ചിനെ നോക്കാൻ നിന്നാ തരില്ല. നാട്ടുനടപ്പനുസരിച്ചുള്ളൊരു തുക, അത് പ്രതീക്ഷ മതി. അത് കൊച്ചിനെ നോക്കാൻ നിന്നാലല്ലേ? കൊച്ചിനെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്താലോ? മനസ്സിലായില്ല. വാ, നമുക്കങ്ങോട്ട് മാറിയേക്കാം. വാ. എന്താടോ, എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? നിനക്കറിയാലോ, എന്റെ മൂത്ത മോടൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലില. അവളിപ്പോ ഹോസ്പിറ്റൽ കിടക്കയില. അവിടുന്ന് അവൾ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർമാര് പറയുന്നത്. എടാ, അതിനെനിക്ക് കുറച്ച് പണം വേണം. എന്റെ കാര്യമൊക്കെ നിനക്കറിയാലോ. എടോ, കൊള്ളാലോ. ഇതിപ്പോ ഒരല് ചെന്ന് മദ്ദളത്തോട് പരിഭവം പറയുന്ന പോലായി. അതെ, ഞാനും 1-2 കാര്യങ്ങൾക്കായി കാശിനു വേണ്ടി ഓടി നടക്കുകയാണ്. പലരിടത്തും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറയാമല്ലോ, നമുക്കൊരാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചാ ഒരുത്തനും സഹായിക്കൂല. എടാ, അവൾ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അതൊരു ബാധ്യതയായി എനിക്ക് മാറും. ഒപ്പം മാറാത്ത വേദനയും.
തന്റെ ഒരു മോള് കളക്ടർ ഉണ്ടല്ലോ, ഈ പണത്തിന്റെ ആവശ്യം അവളോട് ചോദിക്കാൻ പാടില്ലേ? ഈ സുഖമില്ലാത്ത മോളുടെ കുഞ്ഞിന്റെ സംരക്ഷണം ഈ കളക്ടർ മോളെ എങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു? എടാ, അതിന്റെ കൂടെ ഇതും കൂടി പറയാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതെന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യല്ലേ, ഞാൻ ചെയ്യേണ്ട കടമ. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഒപ്പിച്ചു തരണം. അതിപ്പോ എന്റെ കയ്യിൽ നിന്ന് എടുത്തു തരാനാണെങ്കിൽ ഒന്നുമില്ല. പക്ഷേ എവിടെന്നെങ്കിലും എടുക്കാവുന്നുണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. മനസ്സിലായില്ല? ആ, എന്റെ പഴയ പണിക്ക് ഇറങ്ങേണ്ടി വരുമെന്ന്. മോഷണം രഹസ്യമായും പരസ്യമായും ഒക്കെ ഞാൻ ഒരുപാട് പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ. അങ്ങനെ എവിടെന്നെങ്കിലും കുറച്ച് ചില്ലറ കിട്ടുകയാണെങ്കിൽ തന്റെ പ്രശ്നവും മാറും, എന്റെ പ്രശ്നവും മാറും. എടാ, അത് അന്നത്തെ ചോരത്തളപ്പുള്ള പ്രായത്തിലല്ലേ. ഇന്നിപ്പോ അങ്ങനെയാണോ? ഒന്ന് ഓടാൻ പോലും കെൽപ്പില്ലാത്തവര് ഈ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാ പെട്ടുപോയില്ലേ? ഒരാള് സംശയിക്കില്ല. തെളിവില്ലെങ്കില് ഒരു പോലീസ് കേസ് പോലും നമ്മുടെ നേർക്ക് വരികയില്ല. അതെ, നമ്മൾ ഈ പ്രായത്തിൽ തന്നെയല്ലേ ഒരു ശവം മറവ് ചെയ്തത്. എന്നിട്ട് ആരെങ്കിലും പിടിച്ചോ? അല്ല, അത് ശരിയാ. ആ, അതുപോലെ തന്നെയായി ഇതും. തെളിവില്ലേ, നമ്മുടെ പിന്നാലെ ഒരാളും വരൂല.